ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമാ സ്തുതികീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതുമോദാം. പാടാമൊരു മനമാ സ്തുതികീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതുമോദാം. പെസഹാനാളിൻ ഓർമ്മയിലുണരാം, കൊണ്ടാടാം പാവനമീ ബലിയേകിടാം. പെസഹാനാളിൻ ഓർമ്മയിലുണരാം, കൊണ്ടാടാം പാവനമീ ബലിയേകിടാം. ഹൃദയത്തിൽ അനുതാപത്തിൻ നിറവോടെ അനുരഞ്ജിതരായി തീരാം ബലിയർപ്പിക്കാം. ഹൃദയത്തിൽ അനുതാപത്തിൻ നിറവോടെ അനുരഞ്ജിതരായി തീരാം ബലിയർപ്പിക്കാം. വീണ്ടും ഒരു ബലിയർപ്പണവേദിയൊരുങ്ങി, സ്നേഹത്തിൻ പൂജാർപ്പണവേദിയൊരുങ്ങി. പാടാമൊരു മനമാം സ്തുതികീർത്തനമേകാം, ചേരാമൊരു നവജീവിത ബലിയിതുമോദാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. സഹകാർമ്മികനായ ബഹുമാനപ്പെട്ട വർഗീസ് കൊട്ടക്കാട്ടച്ച, ഈശോയിൽ പ്രിയപ്പെട്ട ബ്രദേഴ്സ്, സ്ഥാപനങ്ങളിലും ഭവനങ്ങളിലും ഇരുന്ന് ഈ ദിവ്യബലിയിൽ ഭാഗഭാക്കാകുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നിങ്ങൾക്ക് ഏവർക്കും ഞാൻ ആശംസിക്കുകയാണ്. തിരുസഭ നവംബർ 1 സകല വിശുദ്ധരുടെയും തിരുനാളാണ് ആഘോഷിക്കുന്നത്. സഭ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും ധാരാളം വിശുദ്ധർ ഈ ലോകത്ത് നിന്ന് കടന്നുപോയിട്ടുണ്ട്. അവരെ എല്ലാവരെയും, സകല വിശുദ്ധരെയും ഇന്ന് അനുസ്മരിച്ച് അവരോട് നമ്മൾ മാധ്യസ്ഥം യാചിക്കുവാനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആരാധനക്രമത്തിലെ ഒരു മഹോത്സവ ദിനമാണിന്ന്. നമുക്ക് ദൈവത്തെ പ്രത്യേകമായി സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാം എല്ലാവരും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് ലോകത്തെ പ്രയാസപ്പെടുത്തുന്ന ഈ മഹാമാരി COVID-19 എന്നുള്ള വൈറസ് അത് പൂർണ്ണമായി ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടണം. ശാസ്ത്രീയമായും പല രീതിയിലും മനുഷ്യൻ പല രീതിയിൽ ഇതിനെ ഉന്മൂലനം ചെയ്യുവാൻ ശ്രമിക്കുന്നുവെങ്കിലും വിശ്വാസികളായി നാം വിശ്വസിക്കുന്നത് ദൈവത്തിന് മാത്രമേ പൂർണ്ണമായും ഇതിനെ ഈ ലോകത്തിൽ നിന്ന് എടുത്തു കളയാൻ കഴിയുള്ളൂ. നമുക്ക് ദൈവത്തോട് മുട്ടുപ്പായി പ്രാർത്ഥിക്കാം, ഉള്ളുരുകി പ്രാർത്ഥിക്കാം. ദൈവം നമ്മോട് കരുണ കാണിക്കും. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു,
എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ, ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സോനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ
മഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തു മഹേശുവേ, അങ്ങോ മാത്രം പരിപാവനൻ, അങ്ങോ നാഥൻ, അങ്ങോ മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ സകല വിശുദ്ധരുടെയും പുണ്യയോഗ്യതകൾ ഒരു ആഘോഷത്തിലൂടെ ആദരിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നുവല്ലോ. നിരവധി വിശുദ്ധരുടെ മാധ്യസ്ഥം വഴി ഞങ്ങൾ ആഗ്രഹിക്കുന്ന പാവമോചനം സമൃദ്ധമായി ചൊരിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ യോഹന്നാൻ കണ്ടതായത്, വേറൊരു ദൂതൻ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മുദ്രയുമായി സൂര്യൻ ഉദിക്കുന്ന ദിക്കിൽ നിന്ന് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടു. കരയ്ക്കും കടലിനും നാശം ചെയ്യാൻ അധികാരം നൽകപ്പെട്ട ആ 4 ദൂതന്മാരോട് അവൻ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ നമ്മുടെ ദൈവത്തിൻ്റെ ദാസരുടെ നെറ്റിത്തടത്തിൽ മുദ്ര കുത്തി തീരുവോളം നിങ്ങൾ കരയോ കടലോ വൃക്ഷങ്ങളോ നശിപ്പിക്കരുത്. മുദ്രിതരുടെ എണ്ണം ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ആകെ 144,000. ഇതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഇതാ, എണ്ണിത്തിട്ടപ്പെടുത്താൻ ആർക്കും സാധിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടം. അവർ സകല ജനതകളിലും ഗോത്രങ്ങളിലും രാജ്യങ്ങളിലും ഭാഷകളിലും നിന്നുള്ളവർ. അവർ വെള്ളയങ്കി അണിഞ്ഞ് കൈകളിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് മുമ്പിലും കുഞ്ഞാടിൻ്റെ മുമ്പിലും നിന്നിരുന്നു. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും പക്കലാണ് രക്ഷ. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് ചോദിച്ചു, വെള്ള അങ്കി അണിഞ്ഞ ഇവർ ആരാണ്? ഇവർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മറുപടി പറഞ്ഞു, പ്രഭോ, അങ്ങേക്കറിയാമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. കർത്താവിൻ്റെ വചനം. കർത്താവെ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. കർത്താവെ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. കർത്താവിൻ്റെ മലയിൽ ആര് കയറും?
അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും. കർത്താവെ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. അവരാണ് യാക്കോബിൻ്റെ ദൈവത്തെ തേടുന്നത്. കർത്താവെ, അങ്ങയുടെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാകുന്നു ഇത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ്. നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും വെളിപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു: അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. കർത്താവിൻ്റെ വചനം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി. അവനിരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി. അവനവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി കൈവശമാക്കും. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രരെന്ന് വിളിക്കപ്പെടും. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷം ഈ സുദിനത്തിൽ നാം ആദ്യം ശ്രവിച്ചത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്നാണ്. വെള്ളയങ്കി അണിഞ്ഞ ഇവരാരാണ് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന മറുപടി, ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവർ. സാധാരണ രീതിയിൽ നാം ചിന്തിക്കുമ്പോൾ രക്തം കൊണ്ട് വസ്ത്രം കഴുകിയാൽ അതിൻ്റെ നിറം ചുമന്നേ വരികയുള്ളൂ. പക്ഷെ ഇവിടെ പറയുന്നത് കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കഴുകി വെളുപ്പിച്ചവരാണവർ. വളരെ ഞെരുക്കം അനുഭവിച്ചവരാണ്. കുഞ്ഞാടിൻ്റെ രക്തം എന്ന് കൊണ്ടുദ്ദേശിക്കുന്നത് കർത്താവിൻ്റെ കുരിശ് ഏറ്റെടുത്തവരാണ്. കുരിശ് ഏറ്റെടുക്കുന്നവർക്കാണ് രക്ഷ കൈവരുന്നത്. കുരിശ് എന്ന് പറയുമ്പോൾ കുരിശാകൃതി ഉള്ള ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു ഉപകരണം എന്ന നിലയിലല്ല, സ്വയം നിഗ്രഹിച്ച് ഇല്ലാതായി എല്ലാമായി തീരുന്നതാണ്. സ്വയം നിഗ്രഹിച്ച് ഇല്ലാതായി എല്ലാമായി തീരുന്നതാണ്. സ്വയം നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് ഞെരുക്കം എന്നുള്ള വാക്കുകൊണ്ട് ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നത്. എന്നെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. നാം വളരെ ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇതിനേക്കാൾ വലിയ ഞെരുക്കത്തിൽ ആയിരുന്നു ആദിമ ക്രിസ്ത്യാനികൾ. മതപീഡനം വളരെ കാര്യമായി നടക്കുമ്പോൾ ലോകത്ത് ജീവിക്കാൻ പ്രയാസമായതുകൊണ്ട് ഭൂഗർഭ ആലയങ്ങളിൽ, കാറ്റക്കൊമ്പുകളിലാണ് ക്രിസ്ത്യാനികൾ അഭയം തേടിയിരുന്നത്. കാരണം ക്രിസ്ത്യാനികളുടെ പീഡനം ഇന്നോ ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. സഭ ആരംഭിച്ച കാലം മുതൽ വിശ്വാസം ഏറ്റുപറയുവാൻ, ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ എപ്പോഴും തടസ്സങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവർ ആ ഞെരുക്കം സന്തോഷത്തോടു കൂടി ഏറ്റെടുത്തു. അതുകൊണ്ട് ദൈവത്തെ തള്ളിപ്പറയാൻ അവർ തയ്യാറായില്ല. മനുഷ്യൻ ചെയ്ത പാപങ്ങൾ, പാപത്തിൻ്റെ കറകൾ, ഇരുട്ട്, അന്ധകാരം, അതിനെ വിശുദ്ധീകരിച്ച് വെണ്മയുള്ളതാക്കി മാറ്റാൻ ആണ് ഈശോ സ്വന്തം രക്തം ചിന്തിയത്. ഇരുട്ടും അന്ധകാരവും പാപവുമൊക്കെ കറുപ്പ് കൊണ്ടുദ്ദേശിക്കുമ്പോൾ ഈശോയുടെ തിരുരക്തത്താൽ ആ കറുപ്പ്, അന്ധകാരം അത് മാറ്റി വെണ്മയുള്ള ഹൃദയം മനസ്സുമാക്കി മാറ്റതാണ് ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കഴുകി വെളുപ്പിച്ച വെള്ളയങ്കി അണിഞ്ഞവരെന്ന് പറഞ്ഞത്. ആദിമ ക്രിസ്ത്യാനികൾ ഇപ്രകാരം വെള്ളയങ്കി അണിഞ്ഞവരായിരുന്നു. ആദിമ ക്രിസ്ത്യാനികൾ പ്രകാശമായിരുന്നു. ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ അവരുടെ ഉള്ളിലുള്ള അന്ധകാരം മാറുകയും അവർ പ്രകാശിതമാകുകയും അവരിലൂടെ മറ്റുള്ളവർക്ക് പ്രകാശം ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാണ് യോഹന്നാൻ്റെ ഈ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഭൂഗർഭാലയങ്ങളിൽ അഭയം പ്രാപിച്ചവർക്ക് അവിടെ പോലും ജീവിതം വെല്ലുവിളിയായി മാറിയപ്പോഴാണ് ആ ഭൂഗർഭാലയങ്ങളൊക്കെ തകർത്ത്, നമ്മൾ ഇന്നത്തെ പോലെ JCB ഒന്നും അന്നില്ലെങ്കിലും അവർ പല രീതിയിൽ തകർത്ത് ആ മനുഷ്യരെ എല്ലാം കൊന്നൊടുക്കുകയാണ് ചെയ്തത്. ബോനിഫസ് 4-ാമൻ പാപ്പ 28 ട്രക്ക് നിറയെ എല്ലുകളാണ് ശേഖരിച്ചത് റോമിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കാറ്റക്കൊമ്പുകളിൽ നിന്ന്. അത് ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ്, സഭയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് 4-ാം നൂറ്റാണ്ടിൽ ഈ എല്ലുകളെല്ലാം കൂടെ
സംഭരിച്ച് 8 വാഗൺ അല്ലെങ്കിൽ ട്രക്കുകൾ നിറയെ കൊണ്ടുവന്ന് റോമിലുള്ള പാന്തയോൺ എന്ന് പറയുന്ന ഈ ദേവന്മാർക്ക്, അന്യദേവന്മാർക്ക് സമർപ്പിച്ചിരുന്ന ഒരു ദേവാലയമായിരുന്നു പാന്തയോൺ എന്ന് പറയുന്നത്. പക്ഷെ അത് സഭയ്ക്ക് കിട്ടുകയും ആ പാന്തയോണിൻ്റെ അടിയിൽ ഈ എല്ലുകളെല്ലാം കൂടെ സംസ്കരിച്ചു. എന്നിട്ട് രക്തസാക്ഷികളെ ആയി അവരെ കരുതിക്കൊണ്ട് അവരെ വിശുദ്ധരായി സഭ അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വിശുദ്ധരെ പ്രത്യേകമായി കരുതുകയും അവരുടെ മാധ്യസ്ഥം തേടുകയും ചെയ്യുന്ന തുടക്കം രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ടായിരുന്നു. ആദിമസഭയിലെ മിക്കവാറും ക്രിസ്ത്യാനികളൊക്കെ രക്തസാക്ഷികൾ, അപ്പോസ്തലന്മാർ മിക്കവാറും എല്ലാവരും ജീവൻ ബലിയർപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനെ അവരെ അനുസ്മരിച്ച് തുടങ്ങിയ ഒരു തിരുനാളാണ്. 993 ഔദ്യോഗികമായ ഒരു വ്യക്തിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച് സഭയിൽ തുടങ്ങിയത്. നമ്മൾ ഇന്ന് ഒരു വ്യക്തി, ഇന്നലെ പിതാക്കന്മാരുടെ മീറ്റിംഗ് നടന്നപ്പോഴും ഒരു രൂപതയിലെ ഒരു വിശുദ്ധനായിട്ടുള്ള ഒരാളുടെ ആ പ്രാരംഭ നടപടികൾ ആരംഭിക്കാൻ വേണ്ടി മെത്രാന്മാരുടെ അനുവാദം ആ പിതാവ് ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഇങ്ങനെ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ സഭ ഒരാളിനെ ഔദ്യോഗികമായി വിശുദ്ധനെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പതിവ് തുടങ്ങി. അത് വലിയൊരു നീണ്ട ഒരു പ്രോസസ്സാണ് അതിൻ്റെ പിന്നിൽ. അപ്പോൾ ഇങ്ങനെ മെത്രാന്മാരുടെ അനുവാദം, അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തെ അടക്കിയിടം ഉണ്ടെങ്കിൽ അതൊക്കെ തുറന്ന് അവശിഷ്ടങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ പടിപടിയായിട്ട് ഇങ്ങനെ ഉയർന്നിട്ട് ഈ വിശുദ്ധന്മാരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഒരു കോൺഗ്രിഗേഷൻ തന്നെ റോമിലുണ്ട്. ഒരു കാർഡിനൽ അദ്ദേഹത്തിൻ്റെ പിന്നിൽ സേവനം ചെയ്ത് ധന്യനെന്ന് പ്രഖ്യാപിക്കും. ഈ കഴിഞ്ഞയുടെ യുവാക്കന്മാരുടെ പ്രതിനിധിയായിട്ട് കാർലോ അക്വിത്തിസിനെ വാഴ്ത്തപ്പെട്ടവർ ഗണത്തിലേക്ക് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ ഉയർത്തി. ഇതൊക്കെ ഒരു വലിയ പ്രോസസ്സാണ് അതിൻ്റെ പിന്നിലുണ്ട്. അത്ര എളുപ്പമൊന്നുമല്ല. ഒരാളെ ഇങ്ങനെ ധന്യനായിട്ടൊക്കെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് ആ വ്യക്തിയിലൂടെ അത്ഭുതങ്ങൾ, ശരിയായിട്ടുള്ള ശാസ്ത്രീയമായും ഡോക്ടർമാരുടെ ഒക്കെ സാക്ഷ്യത്തോടുകൂടിയുള്ള അത്ഭുതങ്ങൾ, തെളിവുകൾ വന്നാൽ മാത്രമേ ഒരു വ്യക്തിയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കത്തുള്ളൂ. ചിലപ്പോൾ വർഷങ്ങളിൽ. അതിനൊക്കെ ഒരു അപവാദമാണ് കൽക്കട്ടയിലെ വിശുദ്ധ തെരേസ, ജോൺ പോൾ II പാപ്പ, ഇപ്പോൾ ഈ കാർലോ അക്കൂത്തിസ് എന്നൊക്കെ. ഒരു വേഗം അമ്മ ജീവിച്ചിരിപ്പുണ്ട്. കാർലോ അക്കൂത്തിസിൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. വരുന്ന 3-ാം തീയതി 4-ാം തീയതി അമ്മയെ ആദരിക്കാനായിട്ടുള്ള ഒരു പരിപാടി നമ്മുടെ ഇന്ത്യയിലെ മെത്രാന്മാർ ഓർഗനൈസ് ചെയ്തുകൊണ്ട് വരികയാണ്. അമ്മ ഇറ്റലിയിലാണ്, പക്ഷേ സൂം വഴി ആ അമ്മയെ ആദരിക്കാനായിട്ട്. കാരണം ആ അമ്മയുടെ മാതാപിതാക്കളുടെ ഉത്തമമായ മാതൃകയാണ് മക്കളെ വിശുദ്ധിയിലേക്ക് നയിക്കപ്പെടാനായിട്ട് കാരണമാകുന്നത്. അപ്പോൾ ഈ ഭാഗ്യം ചെയ്ത അമ്മ, അങ്ങനെ അധികം അമ്മമാരൊന്നും ലോകത്തുണ്ടോ എന്നറിയത്തില്ല, സ്വന്തം മകനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത് കാണാനായിട്ട്, ചിലപ്പോൾ മാർപ്പാപ്പയാകുന്നത് കാണാനായിട്ട് സാധിക്കുമായിരിക്കും. എന്നാൽ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത് കാണാനായിട്ട് ഈ അമ്മയ്ക്ക് മാത്രമാണ് സാധിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു പറയുമ്പോൾ ആദ്യകാലത്ത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു, രക്തസാക്ഷികളെ അനുസ്മരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പിതാക്കന്മാർ, ഇന്നിപ്പോൾ ഒരു റീജിയണൽ മെത്രാൻ സമിതിയുടെ അംഗീകാരം വേണം, അന്ന് അങ്ങനെയൊന്നുമില്ലായിരുന്നു. ജനങ്ങൾ തന്നെ ചിലർ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ച് അവരെ വിശുദ്ധരായി കരുതുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ രൂപതയിൽ തന്നെ നമ്മുടെ ഭാഗ്യസ്മരണാർഹരായ പിതാക്കന്മാർ, ചില വൈദികർ, അവരെയൊക്കെ ജനങ്ങൾ വിശുദ്ധരായിട്ടാണ് കാണുന്നത്. അവരോട് പ്രാർത്ഥിക്കുന്നവർ ഉള്ള ജനങ്ങളുണ്ട്. പക്ഷെ സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ രൂപത അതിൻ്റെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടില്ല. കാരണം
അത്ര എളുപ്പമല്ല. കാരണം നമ്മൾ തെളിവുകൾ ആദ്യം തന്നെ ധാരാളം പലരെയും അടക്കിയത്, പിതാക്കന്മാരെ അടക്കി, നമുക്കിപ്പോൾ നമ്മുടെ ആദ്യത്തെ പിതാവിനെ അടക്കിയത് നമ്മുടെ ബിഷപ്പിൽ, എന്നാലും ആദ്യത്തെ പള്ളിയിലായിരുന്നു. അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഇനി എന്തൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമുക്കറിയില്ല. അംബ്രോസ് പിതാവിനെ അടക്കിയത് സ്പെയിനിലുള്ള ഒരു കർമ്മലീത്താക്കാരുടെ ഒരു കോമൺ സെമിട്രിയിലായിരുന്നു. അതിൻ്റെ അകത്താണ് അടക്കിയത്. വേറെ റോക്കിയെക്കുറിച്ച് എവിടെ അടക്കിയെന്ന് പോലും വലിയ തിട്ടമൊന്നുമില്ല, മഞ്ഞുമേലായിരിക്കും എന്നുള്ള ഒരു ധാരണ. പക്ഷേ ഇങ്ങനെ കൃത്യമായിട്ടൊക്കെ അറിയാവുന്ന ആ പ്രോസസ്സ് ഒക്കെ അനുസരിച്ച്, പക്ഷെ ആദ്യകാലത്ത് ജനങ്ങൾ തന്നെ, ഇപ്പോഴും നമ്മുടെ ജനങ്ങൾ തന്നെ, നമ്മുടെ ചില ഇടവകളിൽ ചെന്ന് കഴിഞ്ഞാൽ വിശുദ്ധനായ അച്ഛൻ എന്ന് പറഞ്ഞ് ഓർക്കുന്ന ഇടവകളുണ്ട്, എനിക്കറിയാം വ്യക്തമായിട്ട്. ഈ രീതി ആദ്യമ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവിടെ ജനങ്ങൾ വളരെ വിശുദ്ധരായിട്ടുള്ളവരെ വിശുദ്ധരായിട്ട് തന്നെ കരുതുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഓരോ ബിഷപ്പന്മാർ അവർ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഔദ്യോഗികമായിട്ട് ഈ 9-ാം നൂറ്റാണ്ടിലൊക്കെയാണ് സഭ ഔദ്യോഗികമായിട്ട് ഇങ്ങനെ പഠനങ്ങളൊക്കെ നടത്തി ഒരു വ്യക്തി വിശുദ്ധൻ അല്ല വിശുദ്ധ എന്ന് പ്രഖ്യാപിക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഈ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചതിൽ തന്നെ ഞാൻ സൂചിപ്പിച്ചുള്ള ധാരാളം വിശുദ്ധരുണ്ട്. ആദിമസഭയിൽ തന്നെ ധാരാളം വിശുദ്ധരുണ്ട്. നമ്മുടെ പൂർവികരായിട്ട്, നമ്മുടെ മാതാപിതാക്കൾ, അവരൊക്കെ വിശുദ്ധിയുടെ ജീവിതം നയിച്ചവരാണ്. അവരെയൊക്കെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും അവരൊക്കെ വിശുദ്ധരായിരുന്നു എന്ന് സഭ ഔദ്യോഗികമായി അംഗീകരിച്ച് ആദരിച്ച് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്ന സുദിനമാണ് ഈ സകല വിശുദ്ധരുടെയും തിരുനാൾ. എന്നാൽ നമ്മളിന്ന് രണ്ടാമത്തെ വായനയിലെ യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിലുള്ള 3-ാമത്തെ അധ്യായത്തിനുള്ള വചനമാണ്. അവിടെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വചനം, ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ പരിശുദ്ധനാക്കുന്നു എന്നാണ്. പൗലോസിൻ്റെ ലേഖനങ്ങളിൽ പൗലോസ് സംബോധന ചെയ്യുന്ന ക്രിസ്ത്യാനികളെ വിശുദ്ധരെന്നാണ് സംബോധന ചെയ്തുകൊണ്ടിരുന്നത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 7-ാം വചനം, ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളെ വിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരെ, റോമായിൽ വസിക്കുന്നവരെ, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും ഞങ്ങൾ ഉറപ്പാകുന്നുവെന്നാണ് ആ വചനത്തിൽ പറയുന്നത്. ഓരോ ക്രിസ്ത്യാനിയും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധരാകാൻ വേണ്ടിയാണ്. അവർ വിശുദ്ധരാകണമെങ്കിൽ ആദ്യത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളായിരിക്കണം. അതാണ് ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളാകുന്നവരാണ് വാസ്തവത്തിൽ വിശുദ്ധരെന്ന് പറയുന്നത്. ലോകത്തെ സ്നേഹിക്കുന്നവർ ലൗകികമായ കാര്യങ്ങളിൽ മാത്രം വ്യാപൃതരായിരിക്കുകയും ജീവിക്കുന്നത് പണമുണ്ടാക്കാനും സമ്പത്തുണ്ടാക്കാനും ലൗകികമായ എല്ലാ സുഖങ്ങളും ആവോളം ആസ്വദിക്കാനായിട്ട് കഴിയുന്നവർക്ക് വിശുദ്ധരാകാൻ പറ്റില്ല. വിശുദ്ധരാകണമെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളായിരിക്കണം. ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങൾ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ പരിശുദ്ധരായി ജീവിക്കാൻ വേണ്ടി ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അധ്വാനിക്കുന്നവരാണ്, പരിശ്രമിക്കുന്നവരാണ്. അപ്പോൾ അത് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറയുന്നത്, ഇത് മെത്രാന്മാരോ വൈദികരോ സന്യസ്തരോ മാത്രമാണ് വിശുദ്ധരെന്ന് കരുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് സഭ കൊച്ചുറേസ്യപ്പയുടെ മാതാപിതാക്കളെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇൻ്റർനെറ്റും അതുപോലുള്ള ആധുനികമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചിരുന്ന ഒരു യുവാവ്, 15 വയസ്സ് മാത്രമുള്ള യുവാവ് കാർലോ അക്കൂത്തിസിനെ വിശുദ്ധ പദവിയിലേക്ക് വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഇവിടെ പ്രായമോ അല്ലെങ്കിൽ ഏത് ജീവിതാന്തസ് എന്നുള്ളതല്ല പ്രത്യേകത. ജീവിതത്തിലെ കുരിശുകൾ സന്തോഷപൂർവ്വം ആശ്ലേഷിച്ച് സർവേശ്വരന് സമ്പൂർണമായി സമർപ്പിക്കുന്ന വ്യക്തികളാണ് വിശുദ്ധർ. ജീവിതത്തെ കുരിശുകൾ കണ്ട് പതറുന്നവരല്ല,
കൊറോണ വൈറസ് കൊണ്ട് പതറുന്ന അനേകം ക്രിസ്ത്യാനികൾ ഇന്നുണ്ട്. അങ്ങനെ തകർന്ന എൻ്റെ ജീവിതം അപകടത്തിലാണ്, ഞാൻ മരിച്ചു പോകും, അതുകൊണ്ട് പുറത്തേക്കിറങ്ങാതെ പള്ളിയിലും പോകത്തില്ല, പ്രാർത്ഥിക്കത്തുമില്ല, അങ്ങനെ കഴിഞ്ഞ എന്തുമാത്രം ക്രിസ്ത്യാനികളുണ്ട്. പക്ഷേ കുരിശിനെ വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു മഹാമാരി മനുഷ്യൻ ചെയ്യുന്ന പാപത്തിൻ്റെ പരിഹാരമായി അവൻ തന്നെ അവൻ്റെ ലബോറട്ടറികളിൽ ഉണ്ടാക്കിയ ഒരു വൈറസാണ്. അവൻ തന്നെ കണ്ടുപിടിച്ച് അവൻ്റെ തന്നെ നാശത്തിന് കാരണമാക്കിയ വൈറസ് അവൻ്റെ പാപത്തിൻ്റെ ഫലം കൊണ്ടുണ്ടായതാണ്. എന്നിട്ട് നമ്മൾ ദൈവത്തെ പഴിക്കേണ്ട കാര്യമില്ല, ദൈവത്തെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മളെന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് മാപ്പ് അപേക്ഷിക്കും. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളോട് കരുണ കാണിക്കണമേ എന്നായിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങൾ എപ്രകാരമാണ് ജീവിക്കേണ്ടതെന്നുള്ള മത്തായിയുടെ സുവിശേഷമുള്ള 5-ാം അധ്യായത്തിൽ 1 മുതൽ 12 വരെയുള്ള വചനമാണ് നമ്മൾ സുവിശേഷത്തിലൂടെ ശ്രവിച്ചത്. ഈ വചനഭാഗത്തെക്കുറിച്ച് പറയുന്നു, സുവിശേഷ ഭാഗ്യങ്ങളെന്ന് പറയും, നവരത്നങ്ങളാണ്. സുവിശേഷത്തിലെ നവരത്നങ്ങളാണ് ഈ സുവിശേഷ ഭാഗ്യം. ഇത് ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശു മലയിലേക്ക് കയറി എന്നാണ് ഈ വചനഭാഗത്തിൻ്റെ തുടക്കം എന്ന് പറയും. ഇത് നമുക്ക് ഇതിനെ താരതമ്യപ്പെടുത്താനായിട്ട് മോശ സീനായ് മലകളിലേക്ക് കയറിയതുപോലെ, മോശ സീനായ് മലകളിലേക്ക് കയറിയത് ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കാൻ വേണ്ടിയാണ്. ഇത് ദൈവം ഈ മലമുകളിലേക്ക് കയറിയിട്ട് ദൈവത്തിൻ്റെ നവരത്നങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ ശ്രവിച്ചത്. ആരാണ് ഭാഗ്യവാന്മാരെന്നുള്ളത് ലോകത്തിൻ്റെ ദൃഷ്ടിയിലുള്ള ഒരു കാഴ്ചപ്പാടല്ല ഈശോയ്ക്കുള്ളത്. ഇത് തന്നെ ക്രിസ്ത്യാനികൾക്കും ഉണ്ടാകണം. ക്രിസ്ത്യാനികളെ നമ്മളെപ്പോഴും അളവുകോലായിട്ട് എടുക്കുന്നത് ലോകത്തിൻ്റെ അളവുകോലാണ്. കൈക്കുള്ളവൻ കാര്യക്കാരൻ, എനിക്ക് മിടുക്കനാകണം, എനിക്ക് അധികാരം പിടിച്ചു പറ്റണം, അധികാരം എങ്ങനെയെങ്കിലും ഇപ്പോൾ ഇലക്ഷൻ വരുവാണ്, അധികാരം എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം, എന്ത് അഴിമതി കാട്ടിയാലും അധികാരം പിടിച്ചു പറ്റണം. ഇതൊക്കെയാണ് ഈ മനുഷ്യരായ അല്ലെ ലോകത്തിൻ്റെ അടിമത്തത്തിന് വിധേയരായ മനുഷ്യർ ചിന്തിക്കുന്നത്. ക്രിസ്ത്യാനികൾ എന്നുള്ള വാക്കിൻ്റെ ഒരു പര്യായ പദമായിട്ട് തന്നെ നമുക്ക് കാണാം, സ്വതന്ത്രനാണ്. ക്രിസ്ത്യാനി ഈസ് ഈക്വൽ ടു സ്വതന്ത്രൻ. അതെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒന്നുമായും ബന്ധിക്കപ്പെടാതെ സ്വതന്ത്രനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. അപ്പോൾ ഈ നവരത്നങ്ങളിൽ ആദ്യത്തെ തന്നെ ബാക്കി ഇതെല്ലാം ഇതിൽ അടങ്ങിയിട്ട് അത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആരാണ് ഭാഗ്യവാന്മാർ? ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദരിദ്രരായിട്ട് കരുതിയാൽ മതി, അവർ ഭാഗ്യവാന്മാരാണ്, ദരിദ്രരെ ഒന്നും സഹായിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ വേണം നമുക്ക് ചിന്തിക്കാനായിട്ട്. ഇവിടെ ആത്മാവിൽ ദരിദ്രരായിട്ടുള്ളവർ ഭാഗ്യവാന്മാരാണ്. അത് കർത്താവ് തന്നെ തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന മാർഗം നമുക്ക് കാണിച്ചു തന്നു. ദൈവമായിരിക്കെ ദൈവികമായ അവസ്ഥ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ അവിടെയാണ് ഈ ദാരിദ്ര്യം, ആത്മാവുള്ള ദാരിദ്ര്യം എന്ന് പറയുന്നത്. ദൈവമായിരിക്കെ ദൈവമായ അവസ്ഥ വെച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യൻ്റെ അവസ്ഥയിലേക്ക്, മനുഷ്യനായിരിക്കെ മാനുഷ്യമായ അവസ്ഥ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അവസ്ഥയിലേക്ക് ഉയരുന്നവനാണ്. മാനുഷ്യമായ അവസ്ഥയിൽ നിന്ന്, മാനുഷ്യമായ അവസ്ഥ എന്ന് പറയുമ്പം ഈ ലോകത്തെ നിധിയായി, ലോകത്തെ സമ്പത്തായി, ലോകത്തെ നേട്ടമായി, ലോകത്തെ സുഖത്തിനായൊക്കെ ഉപയോഗിക്കാവുന്ന അതെല്ലാം ഉപേക്ഷിക്കുന്ന, അതാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അതായത് എന്നെ യാതൊരു കാരണവശാലും ലൗകികമായ ഒന്നുമായും ബന്ധിക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞ ക്രിസ്ത്യാനി ഈസ് ഈക്വൽ ടു സ്വതന്ത്രൻ. അപ്പോൾ ഈ ഒരു മനോഭാവം എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്?
എന്തുകൊണ്ടാണ് അടിത്തറ? കാരണം എൻ്റെ സ്വന്തം, എൻ്റെ സർവസ്വം എൻ്റെ ദൈവമാണ്. എനിക്ക് ജീവൻ പ്രദാനം ചെയ്ത ദൈവമാണ് എൻ്റെ സർവസ്വം. എൻ്റെ ദൈവത്തെ എനിക്ക് നഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ആ ഒരു അവബോധമാണ് അപ്രകാരം ചിന്തിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നെ പറയുന്ന ഭാഗ്യങ്ങളൊക്കെ. ഇതൊന്നും ഇന്നത്തെ ലോകത്തിന് സ്വീകാര്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെ നേടണോ ദൈവത്തെ നേടണോ? നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ചോദ്യമാണ്. ദൈവത്തെ നേടാൻ വേണ്ടി ശ്രമിച്ചവരാണ്, പരിശ്രമിച്ചവരാണ്, ജീവിതം സമർപ്പിച്ചവരാണ് വിശുദ്ധർ. അവരെയാണ് നമ്മളിന്ന് ആദരിക്കുന്നത്. നാം വിളിക്കപ്പെട്ടിരിക്കുന്നതും വിശുദ്ധരാകാൻ വേണ്ടിയാണ്. വിശുദ്ധരാകാൻ വേണ്ടി വിളിക്കപ്പെട്ട നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളായി മാറാൻ വേണ്ടിയാണ്. ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിലുള്ള ദൈവവും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യദൈവനുമായ അവിടുന്ന് വഴി സർവ്വം സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നൽകി. മനുഷ്യനായിരുന്നു. നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗ്ഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജീവിതത്തെ അനുസരിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ ആനന്ദമാകില്ല. കർത്താവും ജീവിതാന്താവും പിതാവിനോടും പുത്രനോടും പിതാവിനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും രക്ഷിക്കപ്പെടുന്നവനും പ്രവാചകന്മാരുടെ സംസ്കാരമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശ്വസ്തവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരെയും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. തൃപ്പാദത്തിൽ കാഴ്ചയായി വച്ചിടാം. അങ്ങു തന്ന ദാനമല്ല അപ്പവും വീഞ്ഞുമിതാം. ജീവിതം തൃപ്പാദത്തിൽ കാഴ്ചയായി വച്ചിടാം. അങ്ങു തന്ന ദാനമല്ല അപ്പവും വീഞ്ഞുമിതാം. മാനം കനിവാ സംശുദ്ധമാക്കുക നീ. തവ രൂപമെന്നിൽ തെളിഞ്ഞ ധന്യമായ ജീവിതം. മാനം കനിവാ
അപ്പവും വീഞ്ഞുമിതാ. ജീവിതം തൃപ്പാദത്തിൽ കാഴ്ചയായി വെച്ചിടാം. അങ്ങു തന്ന ദാനമെല്ലാം അപ്പവും വീഞ്ഞുമിതാ. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവിന്റെ നാമത്തിലെ സ്തുതിയും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, സകല വിശുദ്ധരുടെയും ബഹുമാനാർത്ഥം ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ കാണിക്കകൾ അങ്ങേക്ക് പ്രീതികരമാകട്ടെ. അവരുടെ അനശ്വരതയിൽ അവർ ഇതിനകം സുരക്ഷിതരാണെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അവരുടെ മധ്യസഹായം അനുഭവിക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഞങ്ങളുടെ സഹോദരവൃന്ദം നിത്യമായി അങ്ങേ പാടിപ്പുകഴ്ത്തുന്ന ഞങ്ങളുടെ അമ്മയും സ്വർഗീയ ജെറുസലേമായ അങ്ങേ നഗരത്തിൻ്റെ തിരുനാൾ ഈ ദിവസം തന്നെ ആഘോഷിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹം നൽകുന്നുവല്ലോ. ആ നഗരത്തിലേക്ക് തീർത്ഥാടനം ചെയ്യുന്ന ഞങ്ങൾ വിശ്വാസത്തോടെ മുന്നേറി സഭയുടെ നിസ്തുലരായ അംഗങ്ങളുടെ മഹത്വത്തിൽ സന്തോഷിച്ചുകൊണ്ട് തിടുക്കത്തിൽ വന്നണയുന്നു. അവർ വഴിയാണല്ലോ ഞങ്ങളുടെ ബലഹീനതയ്ക്ക് സഹായവും മാതൃകയും അങ്ങ് നൽകുന്നത്. ആകയാൽ സകല വിശുദ്ധരുടെയും മാലാഖമാരുടെയും വൃന്ദങ്ങളോടൊത്ത് ഏകസ്വരത്തിൽ സ്തുതിച്ചുകൊണ്ടങ്ങേ ഞങ്ങൾ വാഴ്ത്തിപ്പുകഴ്ത്തുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ.
അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങേ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്നങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രൻ്റെ രക്ഷാകരമായ പീഡാസഹനവും മഹിനമായ ഉയർപ്പും സ്വർഗാരോഹണം ഓർത്തുകൊണ്ടും
അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിഭൂഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാനിടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടു കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റു ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. കർത്താവേ, എല്ലാ തിന്മകൾ ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ.
രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാർ അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല, പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ അറിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ അറിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ
തിരുമുൻപിൽ അറിവോടെ എന്നെ തൊടേണേ. അതുമാത്രമാണെന്റെ ആശ. അറിവോടെ എന്നെ തൊടേണേ. അതുമാത്രമാണെന്റെ ആശ. ഏതോ ഓരമ്മതൻ കയ്യാ അന്നു രൂപം ലഭിച്ചോരാപ്പം നിൻ കയ്യിൽ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചു വിളമ്പി. ഏതോ ഓരമ്മതൻ കയ്യാ അന്നു രൂപം ലഭിച്ചോരാപ്പം നിൻ കയ്യിൽ കുർബാനയായി നീ വാഴ്ത്തി മുറിച്ചു വിളമ്പി. നാദായൻ ദേഹമാം അപ്പത്തെ അവിടും ആശീർവദിച്ചിടണേ. അടിയനിതാ തിരുമുൻപിൽ അറിവോടെ എന്നെ തൊടേണേ. അതുമാത്രമാണെന്റെ ആശ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധഗണത്തിൽ വിശുദ്ധിയിൽ ഏകനും വിസ്മരണീയമായ അങ്ങേ ആരാധിച്ചുകൊണ്ട് അങ്ങേ കൃപയ്ക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അതുവഴി അങ്ങേ സ്നേഹത്തികവാൽ പുണ്യപൂർണ്ണത നേടിക്കൊണ്ട് തീർത്ഥാടകരുടെ ഈ മേശയിൽ നിന്ന് സ്വർഗീയ പ്രരാജ്യത്തിൻ്റെ വിരുന്നിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. അരുവിയിലുള്ള ദിവികാരന സ്വീകരണം. എൻ്റെ യേശു അങ്ങേ ദിവ്യകുദാസന്നിധനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരുവിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ വസിക്കുന്നതിനെന്ന് അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നകലാൻ എന്നെ അനുവദിക്കരുതേ. കർത്താവ് നിങ്ങളോടു കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. മാനവർക്കെന്നോ
ആമോ